ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി 14 3:08 PM മകരരവി സംക്രമമാണ്. അതായത് സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ മകരം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ജനുവരി 14 വൈകുന്നേരം 3:08 PM സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നത്. അതായത് സൂര്യൻ മകരം രാശിയിലേക്കുള്ള രാശി മാറ്റത്തെയാണ് നമ്മൾ മകരസംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റിലൊക്കെ ഇത് മകരപ്പൊങ്കലായിട്ടാണ് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഈ മകരസംക്രാന്തി ദിനത്തിന് പ്രത്യേകതയുണ്ട്. ഈ മകരസംക്രാന്തി ദിനം മുതലാണ് നമ്മുടെ ഉത്തരായന കാലം ആരംഭിക്കുന്നത്. ഉത്തരായന കാലം എന്ന് പറയുമ്പോൾ മകരം മുതൽ മിഥുനം വരെയുള്ള ആ 6 മാസത്തെയാണ് നമ്മൾ ഉത്തരായന കാലം എന്ന് പറയുന്നത്. ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവന്മാർ നിദ്ര വിട്ടുണരുന്ന സമയമാണ്. അതായത് ദേവന്മാരുടെ പകൽ സമയം എന്ന് പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം. അപ്പോൾ ഈ മകരൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ 10ാം ഭാവമാണ്. അവിടെ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ സൂര്യൻ ഒരു ബലമുണ്ട് ആ മകരൻ രാശിയിൽ. അപ്പോൾ പൊതുവെ സൂര്യന് ദിഗ്ബലം ഉണ്ടാകുന്ന മാസം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും നോക്കാം. അതായത് മൂലം, പൂരാടം, അതുപോലെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി 14 അവരുടെ 2ാം ഭാവരാശിയിലേക്ക് ധനരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 12 വരെ ആ സൂര്യൻ 2ാം ഭാവ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഇപ്പോൾ 4ൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ധനാഗമം കൂട്ടുന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത, അത് തൊഴിൽ കൊണ്ടായിരിക്കാം. നമ്മുടെ എഫർട്ട് കൊണ്ട് ധനാഗമം കൂട്ടുന്നതിനുള്ള ഒരു ചിന്തയാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. കുടുംബത്തിൽ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുക. അപ്പോൾ ഭാഗ്യഭാവാധിപൻ ധനസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ധനഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട്. അത് പിതാവിനായിരിക്കാം. കാരണം 9ാം ഭാവം പിതാവിൻ്റെ സ്ഥാനമാണ്. അപ്പം പിതാവിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാം. അതുവഴിയൊക്കെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതുവഴി കുടുംബത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പിതാവിൽ നിന്ന് ഈ കൂറുകാർക്ക് ധനസഹായം കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതേസമയം ഈ സൂര്യൻ 2ലൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. വാക്കുകളൊക്കെ അല്പം തീക്ഷ്ണമാകുന്ന സമയമായിരിക്കും. അത് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ഒരു സംയമനം ആവശ്യമാണ്. വളരെ വിനയത്തോടു കൂടിയുള്ള ഒരു സംഭാഷണം ഈ സമയത്ത് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. മുൻകോപമൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ എഴുത്തുകാരും പ്രഭാഷകരും ഒക്കെ തന്നെ അവരുടെ എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയം. നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പ്രഭാഷണം നടത്താനും ഒക്കെ കഴിയും. പക്ഷേ നമ്മുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്ന സമയമാണ്. അത് ചിലപ്പോൾ മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്താം. അത് മുഖാന്തരം എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അതിൽ ഒരു ശ്രദ്ധ വേണം. അത് എന്തെങ്കിലും വിവാദങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. അതുപോലെ ഈ 9ാം ഭാവാധിപനാണ് 2ൽ വരിക എന്ന് പറയുമ്പോൾ ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം
അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. ഉന്നത പഠനം നടത്തുന്നവർക്കൊക്കെ തന്നെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. 9ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് 9ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6ൽ വരിക എന്ന് പറയുമ്പോൾ പിതാവിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ പെടുന്നതിന് ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ സീനിയർ അധ്യാപകർ അവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ അല്ലാത്ത പക്ഷം അവരുടെയൊക്കെ ഒരു ശത്രുത, അവരുടെയൊക്കെ ഒരു വിപ്രതിപത്തി, അവരുടെയൊക്കെ ഒരു വിമർശനങ്ങൾ ചിലപ്പോൾ നമുക്ക് നേരെ ഉണ്ടായി എന്നൊക്കെ വരാം. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. അവരോടൊക്കെ വിധേയത്വത്തോടുകൂടി ബിഹേവ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ ജന്മരാശ്യാധിപനാണ് ഈ സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ ധനരാശിയിൽ വരികയാണ്. അത് പ്രത്യേകിച്ച് 9ന്റെ 6ാം ഭാവത്തിലാണ് ആ സൂര്യൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണം. ധനം നഷ്ടം ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കഴിവതും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഈ സമയത്ത് വേണം എന്ന് തന്നെ പറയാം. കുടുംബകാര്യത്തിലും അതുപോലെ കുടുംബത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സൂര്യൻ ഈ 2ാം ഭാവരാശി നിന്നുകൊണ്ട് അവരുടെ അഷ്ടമരാശിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവർ അല്പം കെയർ വേണം, പ്രത്യേകിച്ച് ഈ 14-ന് ശേഷം. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. നമ്മൾ പാരമ്പര്യ സ്വത്തിന്മേൽ ചെറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അതുപോലെ തന്നെ ഈ നമ്മൾ പ്രത്യേകിച്ച് ഈ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ, അതായത് പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഗ്യാസ് കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ അല്പ കെയർ വേണം. എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ദീർഘകാല ധനസ്ഥിരതയ്ക്കുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ദീർഘകാലികമായിട്ട് ഒരു സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഈ സമയത്തുണ്ടാകും. അത്തരത്തിലുള്ള സ്കീമുകളിലേക്കൊക്കെ ചിലപ്പോൾ ധനം നിക്ഷേപിക്കുന്നതിനൊക്കെ ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നു. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ 8ാം ഭാവാധിപനാണ്, അഷ്ടമ ഭാവാധിപനാണ്. ആ സൂര്യൻ ജനുവരി 14-ന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്, ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 12 വരെ ആ സൂര്യൻ ജന്മ ലഗ്ന രാശിയിൽ ഉണ്ടാകും. അപ്പോൾ ജന്മരാശ്യാധിപനാണെങ്കിൽ ശനിയാണ്. ആ ശനി 3-ൽ നിൽക്കുന്ന ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ സൂര്യൻ ജന്മരാശിയിലായതുകൊണ്ട് ഒരു ധർമ്മചിന്തയൊക്കെ നമുക്കുണ്ടാകും. നമ്മുടെ മോറൽ നാച്ചറൊക്കെ ശക്തമാകും. അതുപോലെ തന്നെ അധികാരം, അതുപോലെ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനുള്ളൊരാഗ്രഹമൊക്കെ കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനാണ് സൂര്യൻ എന്നറിയുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വ്യക്തിഗതമായിട്ടുള്ള ഉൾക്കാഴ്ചയുടെയും അച്ചടക്കത്തിൻ്റെയും ഒരു പരിവർത്തനത്തിൻ്റെയൊക്കെ ഒരു സമയമായിട്ട് സൂര്യൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ നമുക്ക് കാണാം. ആത്മീയ അന്വേഷണങ്ങൾ, അതുവഴിയുള്ള ഒരു പരിവർത്തനമൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ പൊടുന്നനെ ഈ സൂര്യൻ്റെ ജന്മരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ടുണ്ടാകാം. കഴിവതും നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുകയും, അതായത് മറ്റുള്ളവരോട് നമ്മുടെ രഹസ്യങ്ങൾ അവരോട് ഷെയർ ചെയ്ത് പോകുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിന്, നമ്മുടെ മനോഭാരം കുറയ്ക്കുന്നതിന് അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ പ്രത്യേകിച്ച് ചില മേഖലകളിൽ ഈ ഗവേഷണ നടത്തുന്നവർക്ക് അവർക്കൊക്കെ വിഷയത്തിലൊക്കെ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇപ്പോൾ സൂര്യൻ്റെ ആ ജന്മരാശിയിലുള്ള രാശിയിലേക്കുള്ള ആ വരവ് പ്രത്യേകിച്ച് നമ്മുടെ ഈ അന്വേഷണ ഏജൻസികളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അതുപോലെ ഈ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്,
ഹെൽത്ത് റിലേറ്റഡ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ട് എത്തുന്നതിനും അത് അവർക്ക് ഒരു മറ്റുള്ളവരുടെ ഒരു ഗുഡ് വില്ല് കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ 8ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6-ലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പൊടുന്നനെ ആശ്വാസം കിട്ടാവുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം ജന്മരാശിയിലൊക്കെ സൂര്യൻ നിൽക്കുമ്പോൾ അല്പം ഈഗോയൊക്കെ നമുക്ക് വരാം. അല്പം സൂര്യൻ പ്രത്യേകിച്ച് ഒരു ഈഗോയുടെ ഗ്രഹവുമാണ്, ഒരു പ്രകാശത്തിൻ്റെ ഗ്രഹവുമാണ്. അപ്പം നമ്മൾ ഈഗോ ബിഹേവിയർ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വലുതാണ് എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു തോന്നലിലൊക്കെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം പ്രൊഫഷണൽ തലത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ ഒരു സ്ട്രെസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. കാരണം അഷ്ടമഭാവാധിപനാണ് ജന്മരാശിയിൽ വരുന്നത്. ഇപ്പം 8ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6-ലൊക്കെ ആയതുകൊണ്ട് ഇപ്പം ജീവിത പങ്കാളിയുടെ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആർക്കൊക്കെ ബന്ധുക്കൾക്കോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുമായിട്ട് പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ശത്രുത ഒഴിവാക്കാനൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് വേണം. സൂര്യൻ 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റിലേഷൻഷിപ്പിൽ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. അവിടെ ഈഗോ പ്രശ്നങ്ങൾ ദമ്പതിമാരുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബിസിനസ്സിനൊക്കെ നല്ലതാണ് എങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. കഴിവതും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഈ സമയത്ത് ഒഴിവാക്കണം. ദാമ്പത്യ ബന്ധത്തിലും നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. 7-ലൊക്കെ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ദമ്പതിമാർക്കിടയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, ഈഗോ പ്രശ്നങ്ങളൊക്കെ വരാം. അസൂയ, ശത്രുതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം, ഒരു സംയമനം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അപ്പോൾ എതിർലിംഗക്കാരുടെയൊക്കെ സൗഹൃദങ്ങളിലുമൊക്കെ ഒരു കെയർ വേണം. അവരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അത് മുഖാന്തരം എന്തെങ്കിലും ഒരു പരദൂഷണമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ചിലപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപവാദങ്ങൾ കഴിവതും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, നല്ല കാര്യങ്ങൾ, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തനം നടത്തി പോകുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ കുറയും. തൊഴിലിൽ കഴിവതും പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ ചിലർക്ക് ഈ സമയത്ത് വിദേശ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം ഈ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ 7ാം ഭാവാധിപനാണ്. അപ്പോൾ സൂര്യൻ ഒരു ശുഭത്വമുള്ള ഗ്രഹമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ആ സൂര്യൻ ജനുവരി 14-ന് അവരുടെ 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അത് ഫെബ്രുവരി 12 വരെ ആ സൂര്യൻ അവരുടെ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഒരു 12ാം ഭാവരാശിയിലേക്കാണ് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ഈ ഒരു അന്തർസംഘർഷമൊക്കെ കുറയ്ക്കുന്നതിന് നമുക്ക് മാനസികമായിട്ട് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, അപ്പോൾ അത് കുറയ്ക്കുന്നതിന്, അതുപോലെ അത് കുറയ്ക്കുന്നതിനും അതിന് നമ്മുടെ ഇന്നർ സ്പേസ് നമ്മൾ വിപുലമാക്കുന്നതിന് ആത്മീയ അവബോധം കൂട്ടുന്നതിനുള്ള ഒരു സാഹചര്യം കണ്ടെത്തുന്നത് നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ആത്മീയ അവബോധമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ മനസ്സംഘർഷം കുറയ്ക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തദ്ദേശീയമായിട്ടുള്ള ബിസിനസ്സുകാരെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം 7ാം ഭാവാധിപൻ 12-ലാണ് വരുന്നത്. അത് ഭാവത്തിൻ്റെ 6-ലും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആത്മീയ തലത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുത്തു പോകുന്നത് പ്രത്യേകിച്ച് മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. പൊതുവെ സഡനായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച്
ഏഴാം ഭാവാധിപൻ 12 വരുമ്പോൾ അത് ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടിയൊക്കെ ആകാം, അല്ലെങ്കിൽ മറ്റു കരാറുകളോ ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ദൂരയാത്രകൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അവയ്ക്കൊക്കെ വേണ്ടി ചിലപ്പോൾ ഈ സമയത്ത് ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഏഴാം ഭാവാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ ഭാവത്തിൻ്റെ 6 12 വരിക എന്ന് പറയുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ഹിഡൻ എക്സ്പെൻസസ് കഴിവതും ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് അത് ആ ഹിഡൻ എക്സ്പെൻസസ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹ ആലോചനകളിലൊക്കെ ചിലപ്പോൾ ഒരു ഡിലേ, ഒരു മെല്ലപ്പോക്ക് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം. ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6 ജീവിത പങ്കാളിയുമായിട്ടൊക്കെ, അതായത് ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6 വരുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരാം, ശത്രുത വരാം. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. ദാമ്പത്യ ബന്ധത്തിലായാലും കുടുംബജീവിതത്തിലായാലും അല്പം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക. അവയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നല്ല സന്മാർഗമായിട്ടുള്ള ജീവിതമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താതെയൊക്കെ നോക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഒഴിവാക്കണം. പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ഭിന്നത ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ ചിലർക്ക് ഇപ്പോൾ ഈ സർക്കാരിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അതിർത്തിയൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് സൂര്യൻ 12 സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിന് ചിലപ്പോൾ എന്തെങ്കിലും പിഴ കൊടുക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ നികുതി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെനാലിറ്റി ഒക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ഫൈൻ, ഇതൊക്കെ ചിലപ്പോൾ സർക്കാരിന് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാം. അങ്ങനെയൊക്കെ ചിലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ദൂരയാത്രക്കാർ അവരുടെ രേഖകളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ അവർ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പം ചിലർക്ക് പാദസംബന്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉള്ളവർ അവിടെ അതിൽ ഒരു ജാഗ്രത അവർക്ക് വേണം. അതുപോലെ പണം കടം കൊടുക്കുന്നവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അതായത് ധനച്ചെലവ് കൂടുകയാണ്. അത് പണം നഷ്ടപ്പെടുക വഴിയും നമ്മുടെ കൈവശം പണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വരാം. പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ 12 നിൽക്കുകയാണ്. ദൂരയാത്രകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ് ഒക്കെ, ചിലപ്പോൾ ഷോപ്പിങ്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പങ്കാളിയുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അതുവഴിയൊക്കെ ചിലവ് കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പം കഴിവതും നമ്മൾ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സൂര്യൻ 6 ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ നമ്മുടെ പൊതുജന സേവനമൊക്കെ നടത്തുന്നവർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അതുപോലെ അതൊക്കെ അവർക്കൊക്കെ അനുകൂല സമയമാണ്. ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ഈ കടബാധ്യതയുള്ളവർക്ക് കടം വീടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ടുള്ള അധ്വാനം, അതുപോലെ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ സഹകരണമില്ലായ്മ, ഒരു ഒറ്റപ്പെടൽ ഒക്കെ ഫീൽ ചെയ്യാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ സൂര്യൻ 12 സഞ്ചരിക്കുക വഴി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാർ എന്ന് പറയുമ്പോൾ പൂരിരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അതുപോലെ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും സൂര്യൻ 6ാം ഭാവാധിപനാണ്. ഈ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി 14 നേട്ടത്തിൻ്റെ രാശിയിലേക്ക്, 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 12 വരെ ആ സൂര്യൻ 11ാം ഭാവരാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരന് എന്തെങ്കിലുമൊക്കെ ഉയർച്ച, അവർ വഴിയുള്ള ഒരു സാമ്പത്തിക നേട്ടം, ഇച്ഛാപൂർത്തി സ്ഥാനത്തൊക്കെ സൂര്യൻ വരിക വഴി നമുക്ക് ചില ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ കഴിയുന്ന സമയം. ചിലപ്പോൾ സർക്കാർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിലിലൊക്കെ നമുക്ക് എന്തെങ്കിലും പുരോഗതി, തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി, അല്ലെങ്കിൽ അതുവഴി ഒരു സ്ഥാനക്കയറ്റം, അതുപോലെ തൊഴിലിടത്ത് ഉത്തരവാദിത്വം കൂടുന്നതിനുള്ള സാധ്യത, ധനനേട്ടം, ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത ആ സൂര്യൻ 11 കടന്ന് പോവുക വഴി ഈ കൂറുകാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ്. ഇപ്പോൾ വർക്കിലൊക്കെ കാര്യക്ഷമത കൂടും. കൃത്യസമയത്ത് നമ്മൾ ഏറ്റെടുത്ത വർക്കൊക്കെ നമുക്ക് ചെയ്തു തീർക്കാം
കഴിയുന്ന സമയമാണ് എന്ന് പറയുമ്പോൾ കർമ്മ നേട്ടത്തിൻ്റെ സമയം എന്ന് പറയാം. അപ്പോൾ പൊതുവേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിലൊക്കെ നേതൃതലത്തിലേക്കൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഈ മറ്റുള്ളവർക്കൊക്കെ ഇപ്പം നമ്മുടെ വർക്ക് തന്നെ മറ്റുള്ളവർക്കും കൂടെയൊക്കെ വീതിച്ചു കൊടുത്ത് നമ്മുടെ ആ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതായത് വലിയ എഫർട്ട് ഇല്ലാതെ തന്നെ വിജയം സാധ്യമാകുന്ന സമയം എന്ന് പറയാം. അതുപോലെ നമ്മുടെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ തന്നെ ശക്തമാകും. അവർക്കിടയിൽ നമുക്ക് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ തന്നെ നമുക്കൊരു ലീഡർഷിപ്പ് സ്കില്ല് ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്തപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ കൂട്ടു സംരംഭങ്ങളിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ കഴിവതും അത് നിരീക്ഷിച്ച് അത് അതിജീവിക്കും. അതുവഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 6-ാം ഭാവാധിപൻ 6-ന്റെ 6-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യവഹാരങ്ങളുണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിൽ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വ്യവഹാരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 6-ലാണ് എന്നുള്ളത് കൊണ്ട് അത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അപ്പോൾ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ആ മുക്തിക്കും അത് സാധ്യതയുണ്ട്. ഇപ്പോൾ ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ആ രോഗമുക്തിക്ക് അല്ലെങ്കിൽ രോഗത്തിൽ ഒരു ആശ്വാസമൊക്കെ കണ്ടെത്താൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചിലപ്പോൾ 6-ാം ഭാവാധിപൻ 6-ന്റെ 6-ൽ വരുമ്പോൾ നമ്മുടെ സെർവൻസിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്തുണ്ടാകാം. അവർക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ അല്പധന ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ വന്നു എന്ന് വരാം. അതുപോലെ തന്നെ കഴിവതും നമ്മൾ ഈ ശത്രുക്കളുടെ ചതി വഞ്ചന അവരുമായിട്ടുള്ള കമ്പനിയൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് വളരെ ഗുണം ചെയ്യും. സൂര്യൻ ഈ 11-ൽ നിന്നിട്ട് നേട്ടത്തിൻ്റെ രാശിയിൽ നിന്നിട്ട് അവരുടെ 5-ാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠന മികവ് അനുഭവപ്പെടാവുന്ന സമയമാണ്. അതുപോലെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാകുന്ന സമയം. അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അതും നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവേ നമ്മുടെ പൂർത്തി സ്ഥാനത്താണ് ആ സൂര്യൻ നിൽക്കുന്നത്. 5-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ ആ 11-ലെ രാശിമാറ്റത്തെ കാണാം. ചിലർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഈ സമയത്തുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. അതൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ മനസ്സിലാക്കുക. അതേസമയം ചിലർക്ക് ഇപ്പോൾ 6-ാം ഭാവാധിപനാണ് സൂര്യൻ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അത് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അതിൽ ഒരു റിക്കവറി സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ ചിലപ്പോൾ ഈ സമയത്ത് മാതൃബന്ധുക്കളുടെയൊക്കെ സഹായം ഈ കൂറുകാർക്ക് ഉണ്ടാകാനും ഈ സൂര്യൻ്റെ ഈ 11-ാം ഭാവരാശിയിൽ പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11-ലൂടെ സഞ്ചരിക്കുമ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.